ഹലോ, ഇന്നൊരു കുട്ടി മോർണിംഗ് വ്ലോഗ് ആകാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബീഫ് ഉലർത്തിയതും ദോശയുമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം ബീഫൊക്കെ നേരത്തെ ഉലർത്തി എടുത്തിട്ടുണ്ടായിരുന്നു. ഈസ്റ്ററിന് കറി വെച്ചതിൻ്റെ ബാക്കി ഇരുന്നതാണ് കേട്ടോ. തലേന്ന് കറി വെച്ച ബീഫ് പിറ്റേന്ന് എടുത്ത് ഉലർത്തിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. തലേന്ന് കറിയാക്കും, പിറ്റേന്ന് നമ്മളത് ഉലർത്തിയെടുക്കും. അങ്ങനെ രാവിലെ കഴിക്കാനായിട്ട് ദോശയൊക്കെ ചുടുകയാണ്. ഇനി ചേട്ടായിക്ക് ചോറ് കൊണ്ടുപോകണം. സ്കൂളൊക്കെ അടച്ച കാരണം ഞാനിപ്പോൾ 5 മണിക്കൊന്നും എഴുന്നേൽക്കുന്നില്ല. 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഇപ്പോൾ എഴുന്നേൽക്കുക. രാവിലെ കുറച്ച് നേരം കൂടെ 1 മണിക്കൂറും കൂടെയൊക്കെ ഉറങ്ങാനായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ചോറിന് കൊണ്ടുപോകാനായിട്ടാണെങ്കിലും ബീഫ് ഉള്ള കാരണം കൂടുതൽ കറികളോ തോരനോ അങ്ങനെയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. ഇനി കുറച്ച് പാൽപ്പാട എടുത്ത് വെച്ചതാണിത്. അതൊന്ന് ഉരുക്കിയെടുക്കണം. നെയ്യൊക്കെ തീർന്നിട്ട് കുറേ ദിവസമായി. അപ്പം ഇതൊന്ന് ഉരുക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം എന്താണേലും കുറേ വർഷങ്ങളായിട്ട് നെയ്യൊന്നും മേടിക്കാറില്ല. ഇങ്ങനെ പാൽപ്പാട എടുത്ത് വെക്കുന്ന കാരണം നെയ്യൊക്കെ എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് കാണും. നെയ്യ് അങ്ങനെ ഒഴിയാറില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ നെയ്യ് ഇല്ലാതെ ഇരിക്കുകയുള്ളൂ. അങ്ങനെ ചോറൊക്കെ രാവിലെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വാർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഓട്സ്, കുറച്ച് ബദാം പരിപ്പ്, ഒരു 3-4 എണ്ണമേ ഉള്ളൂ, 3-4-5 ഉണക്കമുന്തിരി, കുറച്ച് പാല് എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഈ ഓട്സും നട്ട്സും ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. എനിക്ക് സ്മൂത്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ വേറെ പാത്രത്തിലൊന്നും ഒഴിച്ച് വെക്കാറില്ല. മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ടങ്ങ് വെക്കാറാണ് പതിവ്. ഈ കുറച്ച് കഴിയുമ്പോൾ ഒരു പഴം കൂടി ചേർത്തിട്ട് അങ്ങ് അടിച്ചെടുക്കും. പിന്നെ നമ്മുടെ പാൽപ്പാടയൊക്കെ ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. പണ്ടൊന്നും ഈ വിദ്യ അറിയില്ലായിരുന്നു. അന്നൊക്കെ കുറേ കാശ് ഇങ്ങനെ നെയ്യ് മേടിച്ച് തന്നെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചോറ് ഇടാനായിട്ട്, ചോറിന് അധികം കറികളൊന്നും ഇല്ല കേട്ടോ. ചോറിന് ബീഫ് പുലർത്തിയതുണ്ട്, പിന്നെ കുറച്ച് പയറും മെഴുക്ക് വരട്ടിയും കൂടെ വെക്കുന്നുണ്ട്. ബീഫ് ഉള്ളത് കൊണ്ട് ഇന്ന് ചമ്മന്തിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ബീഫൊക്കെ ഉള്ളപ്പോൾ നമ്മളങ്ങനെ ചമ്മന്തിയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. പിന്നെ ചോറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ സ്മൂത്തിയും കൂടെ അങ്ങ് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് സ്മൂത്തിയാണ് കേട്ടോ. ഇന്ന് മാത്രമല്ല, മിക്ക ദിവസങ്ങളിലും ഞാൻ സ്മൂത്തി തന്നെയാണ് കഴിക്കാറുള്ളത്. പുട്ട് അങ്ങനെയൊക്കെയുള്ള സംഭവം, പുട്ട് ചപ്പാത്തി ഇതൊക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ അതൊക്കെ കഴിക്കുക. ബാക്കി എല്ലാ ദിവസവും ഓട്സ് സ്മൂത്തിയാണ് ഞാൻ കഴിക്കാറുള്ളത്. കൂടുതൽ സാധനങ്ങളൊന്നും ചേർക്കുകയില്ല. പഴം, അതുപോലെ എന്തെങ്കിലും നട്ട്സ് അങ്ങനെയൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുക. പാല് എല്ലാ ദിവസവും ഒന്നും ഒഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഇതൊക്കെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. ചേട്ടായിയുടെ ചോറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മോര് കൂടെ കൊടുത്ത് വിടാറുണ്ട്. പച്ചമോര് എല്ലാ ദിവസവും എന്തെല്ലാം കറി ഉണ്ടെങ്കിലും കുറച്ച് പച്ചമോര് കൊണ്ടുപോകാറുണ്ട് ചോറിന്. അതിഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കൊടുത്തു വിടുന്നത്. ഇനി വിരുദ്ധാഹാരങ്ങളാണെന്നൊക്കെ പറയും. ചോറിനകത്ത് ഒഴിച്ചൊന്നും കഴിക്കാറില്ല. കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെ ഓട്സും നട്ട്സും ഒക്കെ സോക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു പാളയംകോടൻ പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്മൂത്തിയൊക്കെ പെട്ടെന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ സ്മൂത്തിയാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ജോലികളൊക്കെ, രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി സ്മൂത്തിയൊക്കെ കുടിച്ചിട്ട് വരാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരയ്ക്കും താങ്ക് യു.